നമ്മൾ ഇന്ത്യക്കാർ ഒരു തവണയെങ്കിലും ഈ ഒരു ക്രൂസ് ട്രിപ്പ് പോകണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഈ ഒരു കൊർഡിലിയ ക്രൂസ് എന്നുള്ളത്. ഇന്ത്യയിലെ 80% ഈ ഒരു ക്രൂസ് ബിസിനസ്സിൻ്റെ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ്. അതുപോലെ ഒരു ബഡ്ജറ്റ് രീതിയിൽ ഒരു ലക്ഷറി, ആ ഒരു ഇന്ത്യൻ കൾച്ചറൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടൊരു ലക്ഷറി ഒരു ട്രാവൽ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ബിസിനസ് തന്നെയാണ് ഇത്. നമ്മുടെ ആ ഒരു ലക്ഷദ്വീപ്, അതുപോലെ ശ്രീലങ്ക, അതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്രൂസിൽ ട്രിപ്പ് എടുത്ത് ട്രാവൽ ചെയ്യുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പാക്കേജുകൾ. ആ ഒരു ഇന്ത്യക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള പാക്കേജുകൾ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഇന്ത്യയിൽ ഭാവിയുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പേരൻറ്റ് കമ്പനിയായിട്ടുള്ള വാട്ടർവേസ് ലെഷർ ടൂറിസം എന്നുള്ള കമ്പനിയുടെ IPO വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ക്രൂസ് ബിസിനസ്സിൽ നിന്ന് മാത്രം റവന്യൂ വരുന്ന ഒരു കമ്പനി മാർക്കറ്റ് ലിസ്റ്റ് ആവുന്നത്. എനിക്കറിയാം, ഡെൽറ്റ കോർപ്പ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആയിരുന്നു പണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ജലേഷ് ക്രൂസിൽ അവർക്ക് 25% അവരുടെ ആ ഒരു ഫുൾ റവന്യൂയുടെ പങ്കും, അതുപോലെ ആ ഒരു കസിനോ റവന്യൂസ്, ഗെയിമിംഗ് റവന്യൂസൊക്കെ അവർക്ക് ഫുൾ എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാർട്ട് ബിസിനസ്സുകളുണ്ട് ഇതുപോലെ ക്രൂസ് ബിസിനസ്സിലുള്ള. പക്ഷേ ആദ്യമായിട്ടാണ് പ്യുവർ പ്ലേ ആയിട്ടൊരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് 23 ജൂണിന്, അതുപോലെ ക്ലോസ് ആവുന്നത് 25 ജൂണിനാണ്. 29-ാം തീയതി ഒരു IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ആവും. അതുപോലെ 30-ാം തീയതി ഈ ഒരു ഷെയർസ് ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ജൂലൈ 1-ാം തീയതി ഈ ഒരു ഷെയർസ് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നതാണ്. ഇതിൽ റീറ്റെയിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 10% മാത്രമേ കോട്ടയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ്, ഇടയ്ക്ക് നഷ്ടത്തിൽ പോയ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ ഈ ഒരു റീറ്റെയിൽ കോട്ട 10% കാണത്തുള്ളൂ. അതുപോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് HNA കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ 15% കോട്ടയും, ബാക്കി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസിനുമാണ് ആ ഒരു 75% റിസർവേഷൻ ഉള്ളത്. പിന്നെ ഈ ഒരു IPO കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ 585 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. പൈസ കമ്പനിയിലോട്ട് റേസ് ചെയ്യുകയാണ്. ഒരു പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനിയിൽ ഷെയർസ് വിൽക്കുന്നില്ല. ഈ 585 കോടി രൂപ റേസ് ചെയ്യുന്നതിൽ 480 കോടിയോളം രൂപ ആ ഒരു കമ്പനിയുടെ പുതിയ 2 ഷിപ്പുകൾ കമ്പനി അക്വയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒബ്ജക്റ്റീവ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു IPOയിൽ 585 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. പുതിയതായിട്ട് ക്യാഷ് റേസ് ചെയ്യുന്നതിൽ 480 കോടിയോളം രൂപ അവരുടെ ആ ഒരു പുതിയ 2 ക്രൂസുകൾ, അതായത് നോർവീനിയൻ സ്കൈയും നോർവീനിയൻ സൺ എന്ന് പറഞ്ഞ 2 ക്രൂസുകളുടെ ലീസ് എഗ്രിമെൻ്റാണ്. ഇവർ ബേസിക്കലി ലോങ് ടേമിൽ ക്രൂസുകൾ ലീസിനെടുത്ത് 10 വർഷമൊക്കെ കോൺട്രാക്റ്റിൽ ലീസിനെടുത്തിട്ട് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലീസ് പേയ്മെൻറ്റിന് വേണ്ടി പൈസ റേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ബാക്കിയുള്ള പൈസ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനും അതുപോലെ ഈ ഒരു IPO പ്രൊസീഡിങ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പൈസ ആ ഒരു കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി തന്നെയാണ്. ഈ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു ഗ്ലോബൽ ഷിപ്പിംഗ് ആൻഡ് ടൂറിസം രാജേഷ് ചന്ദുമൽ ഹോട്ട്വാനിയാണ്. ഈ ഒരു പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനിയുടെ 100% ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എക്വിറ്റി ഡയലൂട്ട് ചെയ്തിട്ടില്ല, വേറെ ആർക്കും ഈ ഒരു ഷെയർസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ആദ്യമായിട്ട് വരുന്നൊരു ഡൈല്യൂഷനാണ്. ഇത്രയും ഷെയർസ് റേസ് ചെയ്യുമ്പോൾ ഈ ഒരു IPOയിൽ ആ ഒരു 585 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഒരു പബ്ലിക്കിലോട്ട് പോകുന്ന ആ ഒരു പൈസയുടെ ഷെയർസ് മാത്രമേ അതിൽ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് 89 വരും. ഓൾമോസ്റ്റ് 90% ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോൾ ആ ഒരു കമ്പനിയിലുണ്ട്. അപ്പോൾ ആ ഒരു IPO ഒബ്ജക്റ്റീവ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ലീനായിട്ട് തോന്നുന്ന ഒരു IPO ഈ ഇടയ്ക്ക് വന്നതിൽ ഇതാണ്. പിന്നെ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനി 2020 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. രാജേഷ് ചന്ദുമാൽ ഹോട്ട്വാനിയും അതുപോലെ ഈ ഒരു ഗ്ലോബൽ ഷിപ്പിംഗ് ആൻഡ് ടൂറിസം പ്രൊമോട്ടേഴ്സായിട്ട് ഈ ഒരു കമ്പനി കൊർഡിലിയ ക്രൂസ് എന്ന് പറഞ്ഞ ആ ഒരു ക്രൂസ് വഴിയാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ക്രൂസിൽ നിന്ന് മാത്രമാണ് ഈ ഒരു കമ്പനിയുടെ നല്ലൊരു ശതമാനം ഇൻകം വരുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ അക്വയർ ചെയ്യുന്ന 2 ക്രൂസുകളും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവരുടെ ബിസിനസ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ബിസിനസ്സാണ്. ഇവർ ബേസിക്കലി ഈ ഒരു ക്രൂസുകൾ ഇപ്പോൾ ലക്ഷദ്വീപ് വരെ, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപ് വരെ, അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് ലക്ഷദ്വീപ് വരെ, അതുപോലെ കേരളത്തിൽ നിന്ന് ഗോവ വരെ, അതുപോലെ കേരളത്തിൽ നിന്ന് ശ്രീലങ്ക വരെ. അപ്പോൾ അങ്ങനെയുള്ള ട്രിപ്പുകൾ വലിയ പ്രൊസീഡിങ്സ് വേണ്ടാത്ത, വലിയ വിസ പ്രൊസീഡിങ്സ് ഒന്നും വേണ്ടാത്ത സ്ഥലങ്ങളിലോട്ട് മാത്രമേ ഇവർ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ അവരുടെ ഡെസ്റ്റിനേഷൻസ് ബേസിക്കലി ഒരു ലക്ഷദ്വീപ്, അതുപോലെ മുംബൈ, ഗോവ, കേരളത്തിൽ കൊച്ചി, അതുപോലെ വിശാഖപട്ടണം, പോണ്ടിച്ചേരി, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ ഇൻ്റർനാഷണലിയും ഇതുപോലെ വിസയുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങൾ ശ്രീലങ്കയിൽ വിസ ഫ്രീ ആണ്. അതുപോലെ തായ്ലൻഡിലും ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. അതുപോലെ മലേഷ്യ. അപ്പോൾ അതുപോലെ ഡിഫിക്കൽട്ടി ഇല്ലാത്ത രാജ്യങ്ങളിലോട്ട് അവർ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം റവന്യൂ അവരുടെ ഇന്ത്യയുടെ ആ ഒരു
ഇന്ത്യയിലുള്ള അവരുടെ ആ ഒരു ട്രിപ്പിൽ നിന്നൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവരുടെ ബിസിനസ്സിൽ മെയിനായിട്ട് ഇത് കണക്കുള്ള ട്രിപ്പുകളുടെ ടിക്കറ്റുകൾ നേരത്തെ വിൽക്കും. അപ്പോൾ ആ ഒരു ടിക്കറ്റിൽ തന്നെ നല്ലൊരു ശതമാനം കാര്യങ്ങൾ, അപ്പോൾ ഫുഡ് അതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് അതുപോലുള്ള സംഭവങ്ങൾ നല്ലൊരു ശതമാനം ആ ഒരു ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ 92% അവരുടെ ആ ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ടിക്കറ്റിൽ തന്നെയാണ്. ബാക്കി ഒരു 8% എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു ക്രൂസിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്താണ് വരുന്നത്. ആ ഒരു ക്രൂസിൽ നമുക്കറിയാമല്ലോ നമുക്ക് ഉള്ള ആ ഒരു സൗകര്യങ്ങൾ, ആ ഒരു റെസ്റ്റോറൻറ്റ്സ്, സ്പായ്, അതുപോലെ ജിം ഫെസിലിറ്റി കാണും, അതുപോലെ കസിനോകൾ കാണും, അല്ലാതുള്ള ഗെയിമിങ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ്, ബോളിവുഡ് സ്റ്റൈലിലുള്ള എൻ്റർടൈൻമെൻറ്റ് എല്ലാം നമ്മുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള രീതിയിലുള്ള ഒരു ക്രൂസ് ട്രിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഇന്ത്യക്കാർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. മിക്കവാറും പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ആ ഒരു ക്രൂസ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ ടിക്കറ്റ് ബുക്കിങ്ങിൽ 63% ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ബാക്കി ഒരു 37% മാത്രമേ ഈ ഒരു ട്രാവൽ ഏജൻസി വഴി ഇവരുടെ ബുക്കിങ്സ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയുടെ റവന്യൂസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. മെയിനായിട്ട് ആൾക്കാരിൽ നിന്ന് ആ ടിക്കറ്റിൽ നിന്നൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് 1600 ചില്ലറ ആ ഒരു ഗസ്റ്റുകളെ അവരുടെ ആ ഒരു കൊർഡിലിയ ക്രൂസിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഇപ്പോൾ അക്വയർ ചെയ്യുന്ന ആ ഒരു 2 പുതിയ ക്രൂസുകളുണ്ടല്ലോ, അതിൽ ഓൾമോസ്റ്റ് 2000 അടുപ്പിച്ച് ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. അത്രയും പേരെ കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് 100% ലോഡ് ഫാക്ടർ ആയി എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ ഇവരുടെ എക്സ്പെൻസുകൾ വരുന്നത് മെയിനായിട്ട് ഈ ഒരു ഷിപ്പിൻ്റെ ലീസ് എക്സ്പെൻസാണ്. ആ ഒരു ഷിപ്പ് അവർ മേടിക്കുകയല്ല ചെയ്യുന്നത്, അവർ ലീസിനെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 വർഷം ലോങ് ടേം കോൺട്രാക്റ്റിൽ ലീസിനെടുക്കുകയാണ്. അപ്പോൾ ലീസ് പേയ്മെൻറ്റുകൾ ഈ വെൻഡേഴ്സിന് കൊടുക്കണം. അതുപോലെ ഇവരുടെ മെയിൻ്റെനൻസും അതുപോലെ ഓപ്പറേഷൻസിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾക്കും ആ ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ബിസിനസ് സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു ടിക്കറ്റ് പ്രൈസ് നേരത്തെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് പൈസ നേരത്തെ ആ ഒരു എക്സ്പെൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഒരു ട്രിപ്പ് പോകുമ്പോഴല്ലേ അവർക്ക് ആ ഒരു എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ പൈസ നേരത്തെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ഒരു ബിസിനസ് ചെയ്തതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് പൈസ കിട്ടുന്ന കണക്കല്ല, ബിസിനസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറച്ച് കാലം മുന്നേ പൈസ കിട്ടുക എന്നുള്ളത് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. പക്ഷേ ഇവരുടെ നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ക്രൂസിൽ നിന്നാണ് ഇപ്പോൾ ഒരു ബിസിനസ് വരുന്നത്. അതുപോലെ ആ ഒരു ഗ്രോത്തിന് ആ ഒരു മാക്സിമം ഒരു റൂഫുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു 100% ലോഡ് ഫാക്ടർ എത്ര ട്രിപ്പ് അവർക്ക് പോകാൻ പറ്റും ഒരു വർഷം, അതൊരു ക്യാപ്പിംഗ് ആണ്. അപ്പോൾ അവർക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് 2 പുതിയ ക്രൂസുകൾ എടുക്കുന്നുണ്ടല്ലോ, ഈ ഒരു നോർവേനിയൻ സ്കൈ, നോർവേനിയൻ സണ്ണും. അപ്പോൾ ഇങ്ങനെ 2 ക്രൂസുകൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ ആ ഒരു റവന്യൂസ് അവർക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പുതിയ എക്സ്പാൻഷൻ അവർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു എക്സ്പാൻഷൻ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസുകൾ അവർ ഇൻക്വയർ ചെയ്യും. അങ്ങനെയാണ് അവരുടെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇത്തിരി മോശമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ആസറ്റ് വാല്യൂ, അതായത് അവരുടെ ബുക്ക് വാല്യൂ താഴോട്ട് പോയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2024 ആ ഒരു ലോസ് വന്നതുകൊണ്ടാണ് ആ ഒരു ബുക്ക് വാല്യൂ കുറച്ച് ഇറോഡ് ചെയ്ത് പോയിരിക്കുന്നത്. അതിൽ കുറച്ചൊരു അക്കൗണ്ടിങ്ങിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തുള്ള ആ ഒരു എക്സ്പെൻസ് കൂടുതൽ അവരുടെ പുതിയ ക്രൂസുകൾ ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അപ്ഫ്രണ്ട് ആയിട്ടുള്ള കോസ്റ്റ് അതാണെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി വലിയൊരു പ്രശ്നമൊന്നും അവരുടെ ആ ഒരു കമ്പനിയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞ ഫാക്ടർ ആ ഒരു കമ്പനിയിൽ ഇല്ല. ആ ഒരു ക്രൂസിൻ്റെ ആ ഒരു ലെവലിലുള്ള ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പനിയിലുള്ള ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു ക്രൂസുകളിൽ പുതിയതായിട്ട് ചെയ്യുന്ന ആ ഒരു ക്രൂസുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഭാവിയിൽ കാണാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ IPOയിൽ ഇതുവരെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ആ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് 5800 കോടിയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതുപോലൊരു കമ്പനിക്ക് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കമ്പനിയുടെ വാല്യൂഷൻ ഓൾമോസ്റ്റ് ഒരു 2800 ആ ഒരു ലെവലിലൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വാല്യൂഷനിൽ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ കമ്പനിയിൽ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ ഒക്കെ ഇതിൻ്റെ ആ ഒരു വാല്യൂഷൻസ് ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ക്രൂസുകൾ കാരണമുള്ള ഗ്രോത്ത് അത്രയ്ക്ക് നല്ലതാണ് എങ്കിൽ ആ ഒരു വാല്യൂഷൻസ് ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നുന്നെങ്കിലൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാവുന്നൊരു കമ്പനിയാണ്. പിന്നെ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ 5% മുകളിലൊക്കെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു IPO ഒന്നും അല്ലത്. അലോട്ട്മെൻറ്റിനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വളരെ കുറവാണ്. ഓൾമോസ്റ്റ് 2% ഇടയ്ക്ക് പോയായിരുന്നു. പിന്നെ ഇപ്പോൾ 5% മുകളിലുണ്ട്. എന്നാലും
അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയല്ല. മോണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സൊന്നുമല്ല. വേറെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. പക്ഷേ ഇവർക്ക് 80% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അവർക്കൊരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആണ്. അവർ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ലീഡേഴ്സാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബിസിനസ് ചെയ്യാൻ നല്ലതുപോലെ അറിയാം. അവർക്ക് പുതിയതായിട്ട് ഒരാൾ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് അവർ ഇന്ത്യയിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അതല്ലാതെ ഇവർക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാനോ പറ്റുന്നൊരു ബിസിനസ്സല്ല. അതുപോലെ തന്നെ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഒരു ക്രൂസ് മാത്രമാണ് റവന്യൂസ് എല്ലാം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഓപ്പറേഷൻസ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ ടൂറിസത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ കൊറോണ കണക്കൊക്കെ അന്ന് സംഭവിച്ചാണെങ്കിൽ എന്തെങ്കിലും എപ്പിഡമിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഈ ഒരു കമ്പനിക്ക് റിസ്ക് തന്നെയാണ്. അപ്പോൾ നല്ലൊരു റിസ്ക് ഉണ്ട് ഈ ഒരു കമ്പനിക്ക്. അതുപോലെ വലിയൊരു ഗ്രോത്ത് ഫാക്ടർ ഇല്ല. പിന്നെ മോണോപ്പൊളിസ്റ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു റിട്ടേൺ റേഷ്യോസ് ഒന്നും കിട്ടത്തില്ല. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു കമ്പനി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം വലിയൊരു റിട്ടേൺ റേഷ്യോസ് ഒന്നും ഈ ഒരു കമ്പനിക്ക് കാണത്തില്ല. പിന്നൊരു ഷെയർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ക്യാഷ് ഫ്ലോസ് ആണ്. അപ്പോൾ ആ ഒരു ക്യാഷ് ഫ്ലോസിന് താരതമ്യേന ഒരു വാല്യൂഷനിൽ ഈ ഒരു കമ്പനി കിട്ടുവാണെങ്കിൽ വാങ്ങാം എന്നുള്ളതല്ലാതെ ഞാൻ ഈ ഒരു കമ്പനിയിൽ വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു കൊർഡിലിയ ക്രൂസിൻ്റെ ആ ഒരു വാട്ടർവേസ് ലെഷർ ടൂറിസം എന്നുള്ള കമ്പനിയുടെ പുതിയതായിട്ട് വരുന്ന IPO കുറിച്ച് പറയാൻ. അപ്പോൾ വേറുള്ള IPOs ഒക്കെ മാർക്കറ്റിൽ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം വേറൊരു IPO വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.